Aerocraft Hair Transplant Experts. ഹായ്, എൻ്റെ പേര് സ്റ്റെഫിൻ എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. ഏകദേശം എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മുടി കൊഴിച്ചിൽ ധാരാളമായി വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ പറ്റി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ വീഡിയോയും അങ്ങനെ കുറേ കാര്യം കണ്ടു നിൽക്കുമ്പോഴാണ് ഞാൻ ഹെയർ ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ കാണാനിടയായത്. പിന്നെ അവരായിട്ട് കോൺടാക്ട് ചെയ്യുകയും ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും നോക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ആലപ്പുഴയിൽ ഉണ്ടെന്നറിയുകയും ഇവിടെ നിന്ന് ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് ഡോക്ടറും ഡീറ്റെയിൽസ് ആയിട്ട് നോക്കി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. സ്റ്റാഫാണെങ്കിലും നല്ല രീതിക്ക് നമ്മളോട് അതായത് അതിന് കുറച്ച് ടെൻഷൻ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞെല്ലാം കൂളാക്കി തരുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ബാക്കിയുള്ള വീഡിയോയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ തന്നെ ഈ നമ്മളെ ഗ്രാഫ്റ്റ് എടുക്കാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ആദ്യം അനസ്തേഷ്യ തന്നായിരുന്നു. അനസ്തേഷ്യ തന്നിട്ടാണ് നമുക്ക് എടുക്കുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോട്ട് മാറിയായിരുന്നു. പിന്നെ എടുത്തപ്പോഴൊന്നും അറിഞ്ഞില്ല. നമ്മൾ ഒരു ഡോക്ടർമാരായാലും നേഴ്സാണെങ്കിലും നല്ല രീതിക്കായിരുന്നു നിന്നത്. കാര്യം പാട്ടൊക്കെ ഇട്ടുകൊണ്ട് പാട്ടും കേട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റി. വേറെ പെയിനും കാര്യം പിന്നീട് ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഗ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് എന്തോരം കിട്ടിയെന്നും ഇനി എത്ര എടുക്കുമെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നത്. ഇപ്പോൾ ഓരോ ഗ്രാഫ്റ്റും തിരിച്ചാണ്. ഇപ്പോൾ ഒരു മുടിയുള്ളത്, 2 മുടിയുള്ളത്, 3 എണ്ണം ഉള്ളത്, അങ്ങനെയുള്ളത് കറക്റ്റായിട്ട് എത്ര എണ്ണാന്നുള്ളതിനെ എന്നെ കൗണ്ട് ചെയ്ത് കാണിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഹായ്. എൻ്റെ 2 ദിവസത്തെ പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഏകദേശം 3900 ഗ്രാഫ്റ്റുള്ളതാണ് മൊത്തം ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്കിപ്പോൾ മനസ്സിലാകും. ഇന്നലെ ഹെയർ ലൈനൊക്കെ വരച്ചപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ 3800 പറഞ്ഞിരുന്നെങ്കിലും 3900 ഗ്രാഫ്റ്റുള്ള എനിക്കിപ്പോൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ അധികം പെയിനും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം ഇഞ്ചക്ഷൻ എടുത്ത പെയിനല്ല, വേറൊരു പെയിനും ഉണ്ടായിരുന്നില്ല. OTയിലാണെങ്കിൽ പോലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും നല്ല കൂളായിട്ട് എല്ലാം ഇരിക്കാനൊക്കെ പറഞ്ഞു. ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ കൂളായിട്ടാണ് ഇരുത്തിയത്. പിന്നെ ഡയറക്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിനിക്കിൽ വന്ന് എൻക്വയറി ചെയ്യുന്നത്. വന്നിവിടെ തിരക്കിയപ്പോൾ തന്നെ ആ ഡോക്ടർ ഫുള്ള് ചെക്ക് ചെയ്യും. ഡോണർ ഏരിയ വീക്കാണെന്നും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെ വേറെ സ്ഥലമൊന്നും തിരക്കില്ല. ഡയറക്റ്റ് ഇവിടെ ആലപ്പുഴ തന്നെ ആയതുകൊണ്ട് ഇവിടെ തന്നെയാണ് ചെയ്തത്. കൺസൾട്ട് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്യുകയാണ് ചെയ്തത്. കൺസൾട്ടിന് ഒരു 2 ആഴ്ച മുന്നേ എനിക്ക് ഡയറക്റ്റ് സർജനായിട്ട് മീറ്റ് ചെയ്യാനും പറ്റിയായിരുന്നു. അപ്പോൾ സർജൻ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ. മറ്റ് സ്ഥാനത്തെ അപേക്ഷിച്ച് ഇവിടെ ഡയറക്റ്റ് ഇപ്പോൾ ഞാനന്ന് വന്നാൽ അതേ ഡോക്ടർ തന്നെ എനിക്കും ചെയ്തു തന്നത്. താങ്ക് യു Aerocraft. Aerocraft Hair Transplant Experts.